എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ EXന്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാക്ടിക്കൽ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് അറിയോ? നമ്മുടെ പ്രാക്ടീസ് ബുക്കിലെ ന്യൂ ഇന്ത്യ LTD അഥവാ മാനുഫാക്ചറിങ് വർക്ക് 3 ഇതൊരു സൈക്കിൾ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വർക്ക് എങ്ങനെയാണ് മാനുഫാക്ചറിങ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു വർക്കിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഒരു ലെഡ്ജർ ക്രിയേഷനാണ്. എന്ന് വെച്ചാൽ ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തേക്ക് നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുന്നതാണല്ലേ ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നുള്ളത് പറയാം. ഒരുപക്ഷെ നമുക്ക് 2 പാർട്ടുകളായിട്ട് തന്നെ ഈ ഒരു ക്ലാസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ബാങ്ക് OD അഥവാ ഓവർ ഡ്രാഫ്റ്റ് ആണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, ഉദയ കമ്പനി, 2 സ്റ്റാർ കമ്പനി. പിന്നെ അതുപോലെ ലോൺ ഉണ്ട്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, KFC ലോണും കനറ ബാങ്ക് ലോണും. ഇങ്ങനെ 2 ലോണുകളുണ്ട്. അവിടെ തന്നെ ക്യാഷ് ഉണ്ട്, ലോർഡ് കൃഷ്ണ ബാങ്ക് ഉണ്ട് അല്ലേ, അതാണ് നമ്മൾ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ലോർഡ് കൃഷ്ണ ബാങ്ക് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, KKM കമ്പനി, ടോം ആൻഡ് കമ്പനി. അപ്പോൾ ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ് നമുക്ക് ബിൽഡിംഗ് ആയിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ ക്ലോസ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടില്ല. കാരണം ക്ലോസ് സ്റ്റോക്ക് നമുക്ക് ഇതിലില്ല. നമ്മുടെ കയ്യിൽ ക്ലോസ് സ്റ്റോക്കുകളൊന്നും ബാക്കിയില്ല. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഇവിടെ ഡിഫറൻസ് വരില്ല. പിന്നെ സ്റ്റോക്കുകളുടെ പേര് അതുപോലെ തന്നെ അതിൻ്റെ പർച്ചേസ് റേറ്റ് മാത്രം ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മളെ കയ്യിലില്ല. സ്റ്റോക്ക് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാലൻസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതില്ല. പിന്നീട് അതിന് ശേഷം ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാനിതിലൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഇന്ത്യ LTD എന്നുള്ള പേരിൽ തന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടാലി നമ്മൾ ഓപ്പൺ ചെയ്തു. നമ്മൾ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജേഴ്സിൽ ക്രിയേറ്റ് അല്ലേ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് നമുക്ക് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയാണ്. എന്താണ് ക്യാപിറ്റലിൻ്റെ അണ്ടർ വരിക? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുന്നു. നമുക്ക് 2 ലക്ഷമാണ് ക്യാപിറ്റൽ തന്നിട്ടുള്ളത്. എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യാം. അടുത്ത് ബാങ്ക് OD. ബാങ്ക് OD എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് OD തന്നെ സെലക്ട് ചെയ്തു അല്ലേ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് നമുക്ക് ബാങ്ക് OD തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, 30,000 ആണ് അതിന് എമൗണ്ട്. നേരെ എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സിന് അല്ലെ ഉദയ കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉദയ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. ഉദയ കമ്പനി. ഉദയ കമ്പനി അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. മാറ്റങ്ങളൊന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് ആക്റ്റീവ് ആണ് നോക്കണം. ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ആക്റ്റീവ് ആക്കി കൊടുക്കുക. അപ്പോൾ ഉദയ കമ്പനി 4,000 കൊടുത്തു. ഇവിടെ മറന്നു പോയിട്ട് നമ്മൾ സാധാരണ എന്താണ് കിട്ടിയെന്ന് OB അല്ലേ. OB ഇട്ട ശേഷം എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. അടുത്ത 2 സ്റ്റാർ കമ്പനിയാണ് അടുത്ത സൺട്രി ക്രെഡിറ്റർ പേര്. 2 സ്റ്റാർ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. 2 സ്റ്റാർ കമ്പനി അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്ത ശേഷം 1,50,000 ആണ് നമ്മുടെ എമൗണ്ട്. ഞാൻ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യാം. OB അടിക്കുന്നു. ഓക്കെ, ഇനി KSFE ലോൺ. ഇനി ലോൺ അക്കൗണ്ടിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. KSFE ലോൺ അണ്ടർ എന്താണ്? ലോൺസ് ലൈബിലിറ്റി ആണ്. ലോൺസ് ലൈബിലിറ്റി കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യുന്നു. എമൗണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. 1,20,000 ആണ് എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തു. നേരെ എൻ്റർ ചെയ്തു. ഇനി അടുത്ത് കനറ ബാങ്ക് ലോണാണ്. കനറ ബാങ്ക് ലോൺ അണ്ടർ കനറ ബാങ്ക് ലോൺ അണ്ടറും ലോൺസ് ലൈബിലിറ്റി തന്നെ നമ്മൾ കൊടുക്കാം. എമൗണ്ട് നമ്മൾ ചേർക്കുന്നു. 36,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ 1 സൈഡ് നമുക്ക് ഈക്വൽ ആയിട്ടുണ്ട് അല്ലേ. 1 സൈഡ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. 5,40,000 എന്ന് പറയുന്ന എമൗണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കൊടുക്കാം ക്യാഷ്. ക്യാഷ് നമുക്ക് പേജ് അപ്പാണ് അടിക്കേണ്ടത് അല്ലേ. കീബോർഡിൽ പേജ് അപ്പ് ബട്ടൺ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്യാഷ് അതിൽ നിന്ന് കിട്ടും. നേരെ ക്യാഷിൻ്റെ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ലക്ഷമാണ് നമുക്ക് ക്യാഷിൻ്റെ എമൗണ്ട്. അപ്പോൾ ഞാനത് കൊടുത്തു. നേരെ എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു.
അടുത്ത് ലോർഡ് കൃഷ്ണ ബാങ്ക്. ലോർഡ് കൃഷ്ണ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. അണ്ടർ എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് ആണ് അല്ലേ. ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. എമൗണ്ട് തന്നിട്ടുള്ളത് 1,50,000 ആണ് ബാങ്ക് ബാലൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് കൊടുത്തു. അടുത്ത് KKM കമ്പനി അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ല, സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് അല്ലേ. ഓക്കെ, സൺട്രി ഡെപ്റ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നു. 50,000 ആണ് എമൗണ്ട്. ഇവിടെ OBയുടെ മറക്കരുത്, നേരെ എൻ്റർ ചെയ്യുക, സെർവ് ചെയ്യുക. അടുത്താണ് ടോം ആൻഡ് കമ്പനിയാണ് തന്നിട്ടുള്ളത്. അണ്ടർ സൺട്രി ഡെപ്റ്റർ തന്നെയാണ്. എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് 75,000 ആണ്. ഓക്കെ, OB ചേർക്കുന്നു, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അതും കൊടുത്തു കഴിഞ്ഞു. അടുത്തായിട്ട് ബിൽഡിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബിൽഡിങ്ങിൻ്റെ അണ്ടർ നമുക്ക് വരിക ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുത്തിട്ട് 1,65,000 ആണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തു. അതുകൂടി കൊടുത്തതോടുകൂടി ഇവിടെ നമുക്ക് എന്തായും കണക്ക് ഈക്വൽ ആയില്ലേ. മറ്റേ നമുക്ക് എന്താണ് ഫിക്സഡ്, നമുക്ക് ക്ലോസ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് അവിടെ വരുമായിരുന്നു. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ഇല്ല, എല്ലാ ഐറ്റംസും ഇവിടെ 0 ആണ്. അങ്ങനെ സേവ് ചെയ്തു. അങ്ങനെ അത് ഞാൻ കഴിഞ്ഞില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ 2 ഭാഗത്ത് ഈക്വൽ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെ പേരുണ്ട് അണ്ടർ, അതായത് കാറ്റഗറിയാണ് ഇവിടെ അണ്ടർ ഉദ്ദേശിക്കുന്നത്. പിന്നെ 85 പർച്ചേസ് പ്രൈസ്, PP എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് ആണ്. SP എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസാണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് കൊടുക്കണ്ട. യൂണിറ്റ് നോസ് നമ്മൾ കൊടുക്കാം. അതായത് നമുക്ക് യൂണിറ്റ് നമ്മൾ സാധാരണ അളവ് കൊടുക്കാറുള്ളത് പോലെ നമ്മൾ എന്ത് ചെയ്യാം, നോസ് പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ OS, അതായത് പിന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ് OS എന്ന് പറഞ്ഞാൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ കൊടുക്കാതെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുക എസ്കേപ്പ് അടിച്ച ശേഷം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് നേരെ ഇൻവെൻറ്ററി ഇൻഫോയിലോട്ട് വരുന്നു. സ്റ്റോക്ക് ഐറ്റംസിൽ കയറുക, ക്രിയേറ്റ്. ആദ്യത്തെ ഐറ്റം നമുക്ക് തന്നിട്ടുള്ള ടയർ. ഓക്കെ, നമുക്ക് അണ്ടർ തന്നിട്ടുള്ളത് OLT-C അടിക്കുക, RM എന്നാണ് തന്നത്. RM എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റോ മെറ്റീരിയൽസ് എന്നുള്ളതാണ്, അതിൻ്റെ ഷോർട്ടാണ്. ഇനി നമ്മൾ യൂണിറ്റ് എന്നുള്ള കൊടുത്ത്, യൂണിറ്റ് എല്ലാത്തിനും നോസ് തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S കൊടുക്കാം. നമുക്ക് തന്നിട്ടുള്ള പർച്ചേസ് റേറ്റ് 85 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് തരാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ക്വാണ്ടിറ്റി നമുക്കില്ല, നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക അല്ലേ. അടുത്തായിട്ട് ട്യൂബ് RM തന്നെയാണ്, നേരെ എൻ്റർ ചെയ്യുക, സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S കൊടുക്കുന്നു. നമുക്ക് എത്രയാണ് പർച്ചേസ് റേറ്റ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാൻ കൊടുത്തു 75 ആണ്, 75 രൂപയാണ്. വേറെ നമുക്ക് കൊടുക്കാനില്ല, നേരെ എൻ്റർ ചെയ്യുക, അതും സേവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് റിമ്മാണ് തന്നിട്ടുള്ളത്. റിം എന്ന് പറയുന്ന ഐറ്റം നമുക്ക് RM തന്നെയാണ് അല്ലേ, റോ മെറ്റീരിയൽസ് തന്നെയാണത്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S കൊടുക്കാം. നമുക്ക് പർച്ചേസ് റേറ്റ് കൊടുക്കാം. റിമ്മിൻ്റെ റേറ്റ് സെയിം റേറ്റ് 75 രൂപ തന്നെയാണ്, നേരെ എൻ്റർ ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കൊടുക്കാനില്ലാത്തതോടെ നേരെ സേവ് ചെയ്യുന്നു. അടുത്ത് പ്രീവീൽ എന്ന് പറയുന്ന ഐറ്റം റോ മെറ്റീരിയൽസ് തന്നെയാണ്, അതുകൊണ്ട് RM തന്നെ സെലക്ട് ചെയ്താൽ മതി. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S കൊടുക്കുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് അഥവാ പർച്ചേസ് റേറ്റ് 50 ആണ് വരുന്നത്, 50 രൂപ. അങ്ങനെ അത് എൻ്റർ ചെയ്യുന്നു, അതും സേവ് ചെയ്തു. അടുത്ത് ചെയിനാണ്. ഓക്കെ, ചെയിൻ RM തന്നെ കൊടുത്തത്. ഓക്കെ, അതിൻ്റെ പർച്ചേസ് റേറ്റ്, ചെയിനിൻ്റെ പർച്ചേസ് റേറ്റ് 45 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം സീറ്റാണ്. ഓക്കെ, സീറ്റ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് കൊടുക്കാനുള്ളത് RM തന്നെയാണ് അല്ലേ. RM തന്നെ കൊടുത്തു, നേരെ എൻ്റർ ചെയ്യുന്നു. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ കൊടുക്കുന്നു 35 രൂപയാണ് സീറ്റിന് നമ്മൾ വാങ്ങിയിട്ടുള്ള സീറ്റ്, അതിൻ്റെ പർച്ചേസ് റേറ്റ് ഉള്ളത്. അടുത്ത് പെഡൽ എന്ന് പറയുന്ന ഐറ്റം RM തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S കൊടുക്കുന്നു. നമുക്ക് പെഡലിൻ്റെ റേറ്റ് 65 ആണ്, 65 രൂപയാണ് നമ്മൾ കൊടുത്തത്. ക്വാണ്ടിറ്റി ഇല്ല, നേരെ എൻ്റർ ചെയ്യുക, അതും ഞാൻ സേവ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് ഹാൻഡിലാണ്. ഹാൻഡിൽ RM ആണ്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് S കൊടുക്കുന്നു. നമുക്ക് പിന്നെ ഹാൻഡിൽ നമ്മൾ കൊടുക്കുന്നത് 40 ആണല്ലേ, 40 രൂപയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബ്രേക്ക് സെറ്റാണ്.
ബ്രേക്ക് സെറ്റ് ആണ് തന്നിട്ടുള്ളത്. ബ്രേക്ക് സെറ്റും നമുക്ക് RM തന്നെയാണ്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് വ്യത്യാസമുള്ളത്. നമുക്ക് 50 ആണ് വരുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അടുത്ത മിറർ അല്ലേ, മിറർ എന്ന് പറയുന്ന ഐറ്റമാണ്. മിററും നമുക്ക് ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് ആയതുകൊണ്ട് RM എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് മിററിൻ്റെ നമുക്ക് കൊടുക്കാനുള്ളത് 25 ആണ് റേറ്റ് വരുന്നത്. 25 രൂപയാണ്. ക്വാണ്ടിറ്റി ഇല്ല, അതുകൊണ്ട് ഞാൻ എൻ്റർ ചെയ്തു, സേവ് ചെയ്തു. അടുത്ത ബെല്ല്. ഓക്കെ, ബെല്ല് RM ആണ്. നമ്മൾ എസ് കൊടുത്തു. പർച്ചേസ് റേറ്റ് ആയിട്ട് 15 രൂപയാണ് ബെല്ലിൻ്റെ റേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി അടുത്ത് പോള. പോള എന്ന് പറയുന്നത് RM തന്നെയാണ്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ എസ് കൊടുക്കാം. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുത്ത ശേഷം 40 ആണ്, 40 രൂപയാണ് വരുന്നത്. 40 രൂപ കൊടുത്തിട്ട് ക്വാണ്ടിറ്റി നമുക്കില്ല, നേരെ എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. അടുത്തായിട്ട് ചെയിൻ കവർ. ചെയിൻ കവറാണ്. ചെയിൻ കവറും RM തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ എസ് കൊടുക്കുന്നു. 40 അല്ലേ, 40 രൂപയാണ്. സോറി, ചെയിൻ കവർ വരുന്നത് നമുക്ക് 30 ആണ്. 30 രൂപക്കാണ് നമ്മൾ ചെയിൻ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഐറ്റം സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് നമുക്ക് RM തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കുന്നു. എസ് കൊടുത്ത ശേഷം നമുക്ക് 60 രൂപയാണ് അതിൻ്റെ പർച്ചേസ് റേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. സ്റ്റാൻഡിൻ്റെ പർച്ചേസ് റേറ്റ് 60 ആണ്. ഓക്കെ, അങ്ങനെയെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു അല്ല. ഓരോ ഐറ്റം നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഡിസ്പ്ലേയിലൊക്കെ വന്നിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിലുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ ഐറ്റംസും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഐറ്റംസുകളൊക്കെ ഡിസ്പ്ലേയിലൊക്കെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് എസ്കേപ്പ് അടിച്ചിട്ട് ഇനി അടുത്ത് എന്താണ് നമ്മളോടത്ത് നമുക്ക് പറയുന്നത് നോക്കാം. അടുത്ത് പറയുന്നത് ഫോർ മാനുഫാക്ചറിങ്, അതായത് ഒരു സൈക്കിളാണ് മാനുഫാക്ചറിങ് നമ്മൾ ചെയ്യുക. ഒരു സൈക്കിൾ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാൻ നമുക്ക് ഈ തന്നതിൽ ഓരോ ഐറ്റംസും എത്ര വീതം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ ടയർ 2, ട്യൂബ് 2, റിമ്മ് 2, പ്രീവീലർ 1 അല്ലേ, ചെയിന് 1, അതുപോലെ സീറ്റ് 1, പെഡൽ 2, ഹാൻഡിൽ 1, ബ്രേക്ക് സെറ്റ് 2, മിറർ 2, അതുപോലെ തന്നെ ബെൽ 1 ആണ് അല്ലേ, പോള 2, ചെയിൻ കവർ 1, സ്റ്റാൻഡ് 1. അത്രയാണ് നമുക്ക് ആ ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം. ഇൻവെൻട്രി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റംസിൽ ക്രിയേറ്റ്. ഇവിടെ നമ്മൾ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് RM അല്ല, നമുക്ക് തന്നിട്ടുള്ള MF എന്നാണ്. അപ്പോൾ നമുക്ക് MF എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, യൂണിറ്റ് എന്നുള്ളിടത്തുനിന്ന് നോസ് സെലക്ട് ചെയ്യുക, നേരെ എൻ്റർ ചെയ്യുക. സെറ്റ് കമ്പോണൻസ് കണ്ടല്ലോ, സെറ്റ് കമ്പോണൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ചെയ്യുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. ഇനി ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ അപ്പോൾ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ എന്നുള്ളത് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ഐറ്റംസും എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു രീതിക്ക് അനുസരിച്ച് തന്നിട്ടുള്ള ഓരോ ഐറ്റംസ് എങ്ങനെയാണ് അതിൻ്റെ അളവ് എന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിനനുസരിച്ച് നമ്മൾ അടിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈക്കിൾ നമുക്ക് മാനുഫാക്ചറിങ് ഐറ്റം ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകം തന്നുകൊണ്ട് മാനുഫാക്ചറിങ്ങിൻ്റെ കൂടെ ഇത്രയും സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ ടയറാണ് അല്ലേ. ടയർ നമുക്ക് തന്നിട്ടുള്ളത് എത്ര എണ്ണാണ്, 2 ടയറാണ് തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ള ട്യൂബാണ്. ട്യൂബ് നമുക്ക് കൊടുക്കാനുള്ളത് 2 ആണ് അല്ലേ, ടയറിന് വേണ്ടിയുള്ളത്. അടുത്ത് റിമ്മാണ്. റിമ്മ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് 2 ആണ്. അടുത്തത് പ്രീവീലാണ് തന്നിട്ടുള്ളത്. പ്രീവീല് തന്നിട്ടുള്ളത് 1. അടുത്ത് ചെയിനാണ് നമുക്ക് തന്നിട്ട്. ഓരോ ഐറ്റവും മാറാതെ തന്നെ നിങ്ങൾ കൊടുക്കണം. ചെയിന് 1 ആണ്. സീറ്റ് നമുക്ക് തന്നിട്ടുള്ളത് 1. പെഡൽ, ഓക്കെ, പെഡൽ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് 2. നെക്സ്റ്റ് ഹാൻഡിലാണ്. ഹാൻഡിൽ നമുക്ക് തന്നിട്ടുണ്ട് 1 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ബ്രേക്ക് സെറ്റ്.
ബ്രേക്ക് സെറ്റ് നമുക്ക് തന്നിട്ടുള്ളത് 2 ആണ്. അടുത്ത് മിറർ തന്നിട്ടുള്ളത് നമുക്ക് എന്താണ് 2 അല്ലേ. ബെൽ 1 ആണ് തന്നിട്ടുള്ളത്. അപ്പം ബെല്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ട് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ പോള എന്ന് പറയുന്ന ഐറ്റം അത് നമുക്ക് തന്നിട്ടുള്ളത് 2 എണ്ണമാണ്. അടുത്ത് ചെയിൻ കവർ നമുക്ക് തന്നിട്ടുള്ളത് 1. പിന്നെ സ്റ്റാൻഡ് അല്ലേ, സ്റ്റാൻഡ് നമുക്ക് തന്നിട്ടുള്ള എത്രയും നോക്കാം. സ്റ്റാൻഡ് 1 ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ്, അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ കൊടുത്തില്ലെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. എൻട്രി ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യുക. വേറെ നമുക്ക് കൊടുക്കാൻ ഐറ്റം റേറ്റ് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് വേറെ റേറ്റ് ക്വാണ്ടിറ്റി ഒന്നും വേറെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം, അതായത് ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസാക്ഷൻ എന്ന് കാണിക്കുന്ന ഈ ഒരു ഭാഗം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ബുക്കുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.